രക്ഷാപ്രവർത്തനത്തിന്റെ 6ാം ദിവസത്തിലാണ് 3 പേരുടെ മൃതദേഹം കണ്ടെത്തിയത്. ഇന്നലെ ഒരാളുടെ മൃതദേഹം നാവികസേന മുങ്ങൽ വിദഗ്ധരാണ് കണ്ടെത്തിയത്. ഇന്ന് രാവിലെ ഖനിയിൽ നിന്ന് കണ്ടെടുത്ത 3 തൊഴിലാളികളിൽ ഒരാൾ ദിമ ഹസാബോ സ്വദേശിയായ ലിജൻ ബഗർ ആണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മറ്റ് 2 മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല. കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുകയാണ്. നിലവിൽ 300 അടി താഴ്ചയുള്ള കൽക്കരി ഖനിയിലാണ് 9 തൊഴിലാളികൾ അകപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഖനിക്കുള്ളിൽ 15ഓളം തൊഴിലാളികൾ ഉണ്ടായിരുന്നതായി ക്വാറി അധികൃതർ പറയുന്നു. പക്ഷേ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. 9 പേരെക്കുറിച്ച് മാത്രമേ സർക്കാരും സ്ഥിരീകരിച്ചിട്ടുള്ളൂ. സൈന്യത്തിന്റെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിലെ പ്രധാന വെല്ലുവിളി വേഗത്തിലുള്ള വെള്ളം പമ്പ് ചെയ്യാൻ ആവശ്യമായ ഉപകരണങ്ങളായിരുന്നു. എന്നാൽ വെള്ളം ഇപ്പോൾ പൂർണ്ണമായും പമ്പ് ചെയ്തതായി പറയപ്പെടുന്നു. അസമിലെ ദിമ ഹസാവോ ജില്ലയിലെ ഉമ്മറാങ്സോ മേഖലയിലുള്ള കൽക്കരി ഖനിയിൽ തിങ്കളാഴ്ച പെട്ടെന്ന് വെള്ളം കയറുകയായിരുന്നു. അപ്രതീക്ഷിതമായി ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ തൊഴിലാളികൾ കുടുങ്ങിപ്പോവുകയായിരുന്നു. ഇന്ത്യയിൽ നിരോധിച്ച റാറ്റ് ഹോൾ മൈനിംഗ് രീതി തൊഴിലാളികൾ പിന്തുടർന്നതാണ് അപകട കാരണമെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. ഇതിനെതിരെയും ഖനി നിയമവിരുദ്ധമായി പ്രവർത്തിച്ചതിനും ഒരാളെ അറസ്റ്റ് ചെയ്തതായി അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ പറഞ്ഞു. ഇയാൾക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്തിട്ടുണ്ട്. യന്ത്രസഹായമില്ലാതെ മൺവെട്ടികളടക്കം ഉപയോഗിച്ച് ചെറിയ ദ്വാരമുണ്ടാക്കി അകത്ത് കടക്കുകയും കൽക്കരി നിക്ഷേപം കാണുന്നതുവരെ കുഴിച്ചു ചെല്ലുന്നതുമായ ഖനന രീതിയാണ് റാറ്റ് ഹോൾ മൈനിംഗ്. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.